നടരാജ്, തൃശ്ശൂരിൽ റോഡ് ഷോ മാത്രമാണ് ക്രമീകരിച്ചിരിക്കുന്നത് അല്ലേ? അതെ, തൃശ്ശൂരിൽ സാധാരണഗതിയിൽ ഒരു പൊതുസമ്മേളനം പ്രധാനമന്ത്രി വരുമ്പോൾ നടത്താറുള്ളതാണ്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനം പാലക്കാടും റോഡ് ഷോ തൃശ്ശൂരിലുമായി ക്രമീകരിക്കുകയായിരുന്നു. വലിയ സുരക്ഷ ഈ റോഡ് ഷോയ്ക്ക് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. രാവിലെ മുതൽ തന്നെ വലിയ ഗതാഗത ക്രമീകരണം തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഉണ്ടായിരുന്നതിലധികം പോലീസുകാർ ഇവിടെ സുരക്ഷ ഒരുക്കിയിരുന്നു. ഏതാണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെയും വലിയ നിയന്ത്രണങ്ങൾക്കിടയിലാണ് കടത്തിവിട്ടത്. പ്രധാനമന്ത്രിയുടെ ഒരു പൊതുസമ്മേളനം ഇവിടെ ഇല്ല. പക്ഷെ പാലക്കാട് നടന്ന പൊതുസമ്മേളനത്തിൽ NDAക്ക് ഇപ്രാവശ്യം ഒരു അവസരം ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നത് നമ്മൾ കണ്ടു. ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടുമെന്നും സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണത്തിൽ ഒരു നിർണായക പങ്ക് വഹിക്കാൻ കഴിയുമെന്നും NDA കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി തന്റെ പാലക്കാട്ടെ പ്രസംഗത്തിൽ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കേട്ടു. അതേ പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ വെച്ചു പുലർത്തുന്നത്. ഇവിടെ അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ റോഡ് ഷോ അവസാനിക്കും. പിന്നീട് സ്ഥാനാർത്ഥികളെ നേരിട്ട് കണ്ടതിന് ശേഷമായിരിക്കും അദ്ദേഹം നടരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പറയേണ്ടതെല്ലാം പാലക്കാട് പറഞ്ഞ ശേഷമാണ് തൃശ്ശൂരിലേക്ക് നരേന്ദ്രമോദി എത്തുന്നത്. നരേന്ദ്രമോദിയെ കാണാനായി റോഡിന് ഇരുവശവും തടിച്ചുകൂടിയ ജനങ്ങളെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. തത്സമയ ദൃശ്യങ്ങളിൽ നിന്ന് അത് തന്നെയാണ് കാണുന്നത്. ആവേശോജ്വലമായി തന്നെ NDA പ്രവർത്തകരെല്ലാം തന്നെ മോദിയെ കാണാൻ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സ്ഥാനാർത്ഥികളുമായി തുറന്ന വാഹനത്തിൽ കേന്ദ്ര സഹവകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിയും ആ തുറന്ന വാഹനത്തിലുണ്ട്. പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് റോഡിന് ഇരുവശവും കൂടിയ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ പ്രധാനമായും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ റോഡ് ഷോ മാത്രമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പാലക്കാടായിരുന്നു പൊതുസമ്മേളനം. പാലക്കാട് പൊതുസമ്മേളന വേദിയിൽ ഏകദേശം ഒരു മണിക്കൂറോളം ദൈർഘ്യം അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. വലിയ നേട്ടങ്ങൾ BJP കേരളത്തിൽ കൊണ്ടുവന്ന, പ്രത്യേകിച്ച് പാലക്കാടിന് കൊണ്ടുവന്ന നേട്ടങ്ങളൊക്കെ എണ്ണി പറഞ്ഞു. ഇനി വരാൻ പോകുന്നത് മോദിയുടെ കാലമാണ്, മാറുന്ന കാലമാണ്, മാറ്റത്തിനൊപ്പം BJPക്കൊപ്പം NDAക്കൊപ്പം എന്നുള്ള വികസന മുദ്രാവാക്യം ഉയർത്തുന്നുണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ. ആ രീതിയിൽ ഇനി വരാൻ പോകുന്നത്, കേരളം ഭരിക്കാൻ പോകുന്നത് NDA ആണ് എന്ന അവകാശവാദവും ഉന്നയിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി പാലക്കാട് പ്രസംഗിച്ചു വെച്ചത്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരേണ്ടതുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് നിരവധിയായ യുവാക്കളാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോകുന്നത്. ഇനി അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാകുകയില്ല. കാരണം NDA സർക്കാരാണ് കേരളവും ഭരിക്കാൻ പോകുന്നത് എന്ന് പ്രഖ്യാപിച്ചു വെക്കുക കൂടിയായിരുന്നു പാലക്കാട് വേദിയിൽ നരേന്ദ്രമോദി. ഏതായാലും തൃശ്ശൂരിൽ ആവേശോജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. NDA പ്രവർത്തകരുടെ ആവേശോജ്വല സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് റോഡ് ഷോ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. നടരാജ് പരശുരാം ചേരുന്നുണ്ട്. നടരാജ്, എപ്പോഴാണ് ഈ റോഡ് ഷോ സമാപിക്കുന്നത്? തിരിച്ച് മോദിയുടെ മടക്കം എപ്പോഴാണ്? സ്വരാജ് റൗണ്ടിനെ വലം വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ താരപ്രചാരകരെല്ലാം തന്നെ വിവിധ മുന്നണികൾക്കായി റോഡ് ഷോ നടത്താനായാലും പൊതുപരിപാടികൾക്കായും കേരളത്തിലെത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയോടുകൂടിയാണ് കേരളത്തിലെത്തിയത്. പാലക്കാടായിരുന്നു ആദ്യ പരിപാടി. പൊതുപരിപാടിയിൽ സംസാരിച്ച ശേഷം സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിച്ച ശേഷമാണ് തൃശ്ശൂരിലേക്ക് എത്തുന്നത്. തൃശ്ശൂരിലാണ് അവിടെ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. നടരാജ് പരശുരാം കൂടി ചേരുന്നുണ്ട്. നടരാജ്, നമ്മൾ നേരത്തെ സംസാരിച്ച് വെച്ചതുപോലെ തന്നെ വലിയ ആവേശത്തിലാണ് നരേന്ദ്രമോദിയും, ആവേശത്തിലാണ് അദ്ദേഹത്തെ കാണാനെത്തിയവരും ആവേശത്തിലാണ്. എപ്പോഴാണ് ഈ റോഡ് ഷോ സമാപിക്കുന്നത്? അല്പസമയത്തിനകം റോഡ് ഷോ സമാപിക്കും. ഏതാനും മിനിറ്റുകൾക്കകം അദ്ദേഹം ഇപ്പോൾ ബിനി ഹോട്ടൽ പരിസരത്ത് എത്തിക്കഴിഞ്ഞു. 900 മീറ്റർ മാത്രം നീളുന്ന റോഡ് ഷോ ആയിരുന്നു. റോഡ് ഷോ ഇപ്പോൾ സമാപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കാഴ്ചാ പരിധിയിൽ നിന്നും തൊട്ടു മാറിയ സ്ഥലത്താണ് റോഡ് ഷോ ഇപ്പോൾ സ്വാഭാവികമായും സമാപിച്ചിട്ടുണ്ട്. ബിനി ഹെറിറ്റേജ് ഹോട്ടലിലേക്ക് ജനറൽ ആശുപത്രി മുതൽ ഏതാണ്ട് 900 മീറ്റർ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു റോഡ് ഷോയാണ് പ്രധാനമന്ത്രി നടത്തിയത്. പ്രധാനമന്ത്രിക്കൊപ്പം BJPയുടെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് മണ്ഡലൂർ മണ്ഡലം, അതുപോലെ തന്നെ തൃശ്ശൂർ മണ്ഡലം, നാട്ടിക മണ്ഡലം, 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ടും
ചുറ്റും നിൽക്കുന്ന പ്രവർത്തകരെയും മറ്റുമൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ടും പ്രധാനമന്ത്രി പോകുന്നത് നമുക്ക് കാണാമായിരുന്നു. അദ്ദേഹം അല്പസമയത്തിനകം മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തും. എല്ലാ സ്ഥാനാർത്ഥികളോടും അഭിവാദ്യം അർപ്പിച്ചതിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അവസാനിക്കുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ഊർജ്ജം BJP NDA പ്രവർത്തകർക്ക് സമ്മാനിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത് എന്ന് നമുക്ക് വിലയിരുത്താം. പലതരം പ്രശ്നങ്ങളിലൂടെ BJPയും NDAയും കടന്നുപോയപ്പോഴും സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴും മറ്റ് തർക്കങ്ങൾ വന്നപ്പോഴും എല്ലാം അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രചാരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ NDAക്ക് വലിയ ഊർജ്ജമാണ് നിൽക്കുന്നത്. ഇനി അധികം ദിവസങ്ങൾ ബാക്കിയില്ല. എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ പഴുതും അടച്ചുകൊണ്ട് കൃത്യമായ ഇലക്ഷനിലേക്ക് ഏതാണ്ട് 10-12 ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ നീങ്ങാൻ പാർട്ടിയെയും അണികളെയും പ്രേരിപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഒരു തവണ കൂടി കേരളത്തിൽ സന്ദർശനം നടത്തും. അത് ഏതാണ്ട് ഇലക്ഷനോട് അടുക്കുന്ന ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ ഏതാണ്ട് എല്ലാ ബോക്സുകളും ടിക്ക് ചെയ്തുകൊണ്ട് മടങ്ങാനായിരിക്കും ഒരുപക്ഷെ പ്രധാനമന്ത്രി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളിൽ വന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ മെസ്സേജ് തൻ്റെ അനുയായികൾക്ക് കൊടുത്തു കഴിഞ്ഞു. അടുത്തൊരു വരവോടുകൂടി പൂർണ്ണമായും ആവിഷ്കരിച്ച പദ്ധതികൾ നടപ്പിലാക്കാനായിരിക്കും BJPയുടെ കേന്ദ്ര നേതൃത്വം ശ്രമിക്കുക. ഇതിനിടയിൽ എല്ലാ പ്രശ്നങ്ങളും പരിഭവങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും പ്രചാരണം ഊർജ്ജസ്വലമാക്കാനും BJP പ്രവർത്തകർ ശ്രമിക്കുമെന്നുള്ള ഉറപ്പാണ്. ചില